ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേട് ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന് ചേരും. കണക്കുകളിലെ പൊരുത്തക്കേടുകളിൽ വ്യക്തത വരുത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ആലോചന. നമുക്കറിയാം, ദേവസ്വം ബോർഡിന്റെ കണക്ക് ഒന്ന്, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കണക്ക് മറ്റൊന്ന്, മന്ത്രി പറഞ്ഞ കണക്ക് മറ്റൊന്ന്, നിയമസഭയെ അറിയിച്ചത് വേറൊന്ന്. അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പമുണ്ടാക്കി ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്ന ഒരു സംഘമായി ആഗോള അയ്യപ്പ സംഗമം മാറിയിരുന്നു. പണം നൽകാനുള്ള വ്യക്തികളെയും സംഘടനകളെയും അടക്കം യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ആകപ്പാടെ ആശയക്കുഴപ്പത്തിലുള്ള ഒരു സംഗതിയാണ്. എന്താണ് കൃത്യമായ കണക്ക് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കണക്കുകൾ, ഈ കണക്കുകൾ ഹാജരാക്കിയ പല ആളുകളും പറഞ്ഞത് വ്യത്യസ്തമായ കാര്യങ്ങൾ, ഓഡിറ്റർക്ക് സമർപ്പിച്ചതും രേഖകളിൽ കൃത്യതയില്ല. അങ്ങനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം. എന്താണ് യോഗത്തിൻ്റെ ലക്ഷ്യം? ഏത് തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്? അതായത് നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകൾ നടക്കുകയും അതിൻ്റെ സ്പോൺസർമാരെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമം നടക്കുകയൊക്കെ ചെയ്ത PS പ്രശാന്ത് ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കിയതിന് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കാലാവധി നീട്ടി നൽകാനുള്ള സാധ്യത അതോടെ ഇല്ലാതാകുന്നു. അങ്ങനെ PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവിടേക്ക് ഈ വിവാദങ്ങളൊന്ന് തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് K. ജയകുമാറിനെ, മുൻ ചീഫ് സെക്രട്ടറിയെ തന്നെ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്നത്. അതിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പിന്തുണ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം. അതിനുശേഷം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എത്ര സ്പോൺസർമാർ ഉണ്ടായിരുന്നു, അവർ എത്ര തുക ഇതിനുവേണ്ടി കൈമാറിയിട്ടുണ്ട്, അതിൽ എത്ര തുക ചെലവഴിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പലരുടെയും ഭാഗത്തു നിന്ന് വന്ന് നിയമസഭയിലടക്കം കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തതകൾ നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുന്നത്. അതിനുശേഷം ഇന്നത്തെ യോഗത്തിലെ ചർച്ചയാകുന്ന കാര്യങ്ങൾ റിപ്പോർട്ടാക്കി അത് കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. അതായത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആകെ ലഭിച്ച സംഭാവനയുടെ തുക എത്ര, അതോടൊപ്പം അതിൽ എത്ര ചെലവഴിക്കപ്പെട്ടു. നമുക്കറിയാം, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ബോർഡ് പ്രസിഡന്റിന് പുറമെ ദേവസ്വം മന്ത്രി കൂടിയായ VN വാസവൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് അഡ്വാൻസായി കൈപ്പറ്റിയ തുക, അഡ്വാൻസായി എടുത്ത തുക അത് ബോർഡിൻ്റെ ഫണ്ടിലേക്ക് തന്നെ തിരികെ അപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ മറ്റ്